ബൂത്തിലെയും വോട്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ ആവശ്യമാണ് തള്ളിയത്. നിലവിലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഇടപെടില്ലെന്ന് അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കി. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം, അതിൽ സുപ്രീം കോടതി ഇപ്പോൾ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് ഓരോ ബൂത്തിലെയും വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ പുറത്തുവിടാൻ നിർദ്ദേശം നൽകണം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് തൽക്കാലം ഇടപെടേണ്ടതില്ല എന്ന കാര്യം സുപ്രീം കോടതി അവധിക്കാല ബെഞ്ച് തീരുമാനമെടുത്തത്. നിലവിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഈ ഹർജിയിൽ ഇടപെടേണ്ടതില്ല എന്നതാണ് അവധിക്കാല ബെഞ്ച് ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുൾപ്പെട്ട ബെഞ്ച് തീരുമാനമെടുക്കുകയും ചെയ്തത്. ബൂത്ത് തല വോട്ട് വിവരങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ പ്രസിദ്ധീകരിക്കണമെന്നതായിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത്തരമൊരു നിർദ്ദേശം നൽകണമെന്നതായിരുന്നു അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടത്. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന പൊതു താല്പര്യമുള്ള ഒരു സംഘടന പൊതു താല്പര്യ ഹർജിയാണ് ഇത്തരമൊരു ഹർജി സുപ്രീം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തത്. ഇത്തരമൊരു നിർദ്ദേശം നൽകണം എന്ന ആവശ്യമാണ് നിരാകരിച്ചത്. പക്ഷേ മഹുവ മൊയ്ത്ര 2019 ഇത്തരം തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ എം പിയായ മഹുവ മൊയ്ത്ര 2019 സമാനമായ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ ഹർജികളും ഒക്കെ പിന്നീട് പരിഗണിക്കാൻ വേണ്ടി സുപ്രീം കോടതി മാറ്റുകയും ചെയ്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിന്മേൽ നൽകിയ മറുപടി, ഇത് നിലവിൽ പോളിംഗ് ഏജന്റുമാർക്ക് മാത്രമാണ് ഇത്തരം വിവരങ്ങൾ നൽകുന്നത്, പൊതുമധ്യത്തിലേക്ക് ഇത്തരം വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള നിയമം നിലവിലില്ല, അതുകൊണ്ട് തന്നെ അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകാനാവില്ല എന്ന മറുപടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. ഈ മറുപടി കൂടി കേട്ട ശേഷമാണ് ഈ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ ആവശ്യം തൽക്കാലം അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.